വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അറിയിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും പാപത്തെക്കുറിച്ച് അറിയണം, നീതിയെക്കുറിച്ച് അറിയണം, ന്യായവിധിയെക്കുറിച്ച് നമ്മൾ അറിയുക മാത്രമല്ല അത് പ്രഘോഷിക്കപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് ഈശോ പറയണേ, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോയാൽ മാത്രമേ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്ന് ഈശോ പറയാം. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് മാമോദീസയിലൂടെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്രൈസ്തവരായ ജനങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ഒരു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മാത്രമേ മറ്റുള്ള നാനാജാതി മതസ്ഥർക്ക് യേശുവിനെക്കുറിച്ച് അറിയുവാനും നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രസംഗിക്കാതിരുന്നാൽ, ഈ കാര്യം പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അതിൻ്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ആർക്കായിരിക്കും? അല്ലേലിയാം. ഒരു പഞ്ചസാര പാത്രത്തിൽ പഞ്ചസാരയുണ്ട്, പഞ്ചസാര എടുത്ത് രുചിക്കാതെ പഞ്ചസാര തിരിച്ചറിയോ? ഇല്ലല്ലോ. പഞ്ചസാര രുചിച്ചാൽ മാത്രമേ പഞ്ചസാരയാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഈശോയെ അനുഭവിക്കുകയും ഈശോയെ സ്വന്തമാക്കുകയും ഈ ഈശോയെ നമ്മുടെ ജീവിത സാക്ഷ്യം വഴിയായിട്ട് മറ്റുള്ള ഓരോ മതസ്ഥർക്കും അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ബാധ്യതയും കടമയുണ്ട്. ഇന്ന് ലോകം മുഴുവനും വലിയ ക്രൈസിസിലേക്ക് പോകുന്ന മേഖല ഇതാണ്. സ്വവർഗ വിവാഹം നടത്താനായിട്ട് അനുവദിക്കണം. അത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ കടമയാണെന്നാണ് പറയുന്നത്. അല്ലേ? സ്വവർഗ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ആണും തമ്മിൽ പാപം ചെയ്യുക. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കാതെ എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളെല്ലാം ഇത് ചെയ്തു വരുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ നിയമപരമായിട്ട് ഇത് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും എല്ലാം ഇപ്പോൾ ഈ അധികാലങ്ങളിൽ ഈ ലോഡ്ജുകളൊക്കെ റെയ്ഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് കേൾക്കുന്നത്. അവർക്ക് താല്പര്യമുള്ളവർക്ക് ഏതൊരു ജീവിത രീതിയും തിരഞ്ഞെടുക്കാം. വിവാഹം കഴിച്ചവരായാലും വിവാഹം കഴിക്കാത്തവരായാലും ഏതൊരു ജീവിതം സുഖം അനുഭവിക്കുന്നതിനും ഗവൺമെൻറ് കാരണം എന്താ, എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്ന് വോട്ടാണ്. വോട്ടിനെ നോക്കിയുണ്ട്. സഭയിലും ഈ പ്രശ്നം കടന്നു വന്നപ്പോൾ സഭയിൽ വ്യക്തമായിട്ട് അതിനെ രൂപപ്പെടുത്തി. സ്വവർഗ വിവാഹം വചനത്തിൽ വിരുദ്ധമാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ പ്രകാരം കാണുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹാമിൻ്റെ വീട്ടിൽ വരുന്ന ദൈവദൂതന്മാരുമായി പാപം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നവരെ നമ്മളവിടെ കാണുന്നുണ്ട്. വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ ചെന്ന് ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണു വണങ്ങി. അവൻ പറഞ്ഞു യജമാനന്മാരെ ദാസന്റെ വീട്ടിലേക്ക് വന്നാൽ കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക. രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി ഞങ്ങൾ തെരുവിൽ കിടന്നോളാം. അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവന്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. പുറത്ത് കിടന്നാൽ എന്തായിരിക്കും? ഇവർ കൂട്ടം കൂടി വരും. സ്വവർഗ ഭോഗം ചെയ്യുന്നവർ കൂട്ടം കൂടി വന്ന് ഈ ദൈവദൂതന്മാരെ ആക്രമിക്കുമെന്ന് ഒരു ഭയം ലോത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ലോത്ത് ഇവരെ ഒന്നിച്ച് വീട്ടിൽ കയറ്റിയിട്ട് വാതിലടയ്ക്കുമ്പോഴേക്കും ആ ദേശത്തുള്ള ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വഴിയെ ഓടിയെത്താം.
അന്ന് വാട്സപ്പ് ഒന്നുമില്ല, ഇൻ്റർനെറ്റ് ഒന്നുമില്ല. പക്ഷേ ഒരു പാപത്തിൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് അറിയും. ഒരു നല്ല കാര്യം പറഞ്ഞ് അറിയില്ല. അപ്പൊ ഇപ്രകാരമാണ് അവർ കിടക്കും മുമ്പേ സോദോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും സോദോം ദേശത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ, യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾ അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ഇപ്പം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത് പറയുന്നതും സഭ ഇതിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ പ്രകാരമാണ്. 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഈ സ്ഥലം ഞങ്ങളിതാ നശിപ്പിക്കാൻ പോകുന്നു. അത് സ്വർഗ വിഭാഗം നടത്തുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ നടത്തുന്ന സ്ഥലങ്ങൾ ദൈവമായ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി അതിനെ ദഹിപ്പിച്ചു കളയും. അല്ലേ? സോദോം ഗൊമോറ ദേശം എന്ന് പറയുന്നത് നല്ല ദേശമായിരുന്നു. അല്ലെ, കാനാൻ ദേശത്തിലേക്ക് ഒഴുകുന്ന അതേ നദി തന്നെയാണ് ഒഴുകുന്നത്. പക്ഷേ ഈ സോദോം ഗൊമോറ ദേശത്തെ ജനങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, സ്വർഗഭോഗം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മണ്ണിൻ്റെ കൃപ അവർക്ക് നഷ്ടപ്പെട്ടു. അല്ലേലിയാ? നമ്മൾ പോയി അവിടെ നല്ല മരങ്ങളൊന്നുമില്ല. മണ്ണെന്ന് പറയുന്നത് മണലുമല്ല, നമ്മുടെ ചാരമല്ലാത്ത ഒരു പ്രത്യേക കളറാണ്. വെള്ളത്തിന് സ്വാതന്ത്ര്യതയില്ല. നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നാൽ അങ്ങനെ നിൽക്കും. അപ്പോൾ പ്രകൃതിയുടെ ഒരു ഗുണങ്ങളൊന്നും അവിടുത്തെ മണ്ണിനോ അവിടുത്തെ വെള്ളത്തിനോ ഉണ്ടാവില്ല. അപ്പോൾ ഈ വിഭാഗം കടന്നു വന്നാൽ ഈ ദേശം അനുഗ്രഹീതമാകോ? ഈ സോദോം ഗൊമോറ ദേശത്ത് നിന്ന് വന്ന ഈ വൃദ്ധന്മാർ തൊട്ട് കൊച്ചുകുട്ടികൾ വരെ ഈ പാപത്തിന് അടിമയാണ്. കുട്ടികൾ പറയാണ്, ഞങ്ങളും അവരുമായിട്ട് സുഖം ഭോഗങ്ങളിൽ ഏർപ്പെടുന്നതിന്, സുഖങ്ങൾ അനുഭവിക്കുന്നതിന് അവരെ ഞങ്ങൾക്ക് വിട്ടുതരിക. അപ്പോൾ ലോത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് നീചമാണ്, ഇത് പാപമാണ്. ലോത്തിന് അറിയാമായിരുന്നു ഇത് പാപമാണ്. അല്ലേലിയ? പക്ഷേ ഈ സൊദോം ഗൊമോറ ദേശത്തുള്ള ജനങ്ങൾക്കെല്ലാം സുഖിക്കണം, അനുഭവിക്കണം, സന്തോഷിക്കണം എന്നുള്ളൊരു ആഗ്രഹവും അവരുടെ അഭിലാഷവുമാണ്. എല്ലാ ശരീരത്തിനും സുഖിക്കണം എന്നുള്ളൊരു സന്തോഷം, ആഗ്രഹമുണ്ട്. ഏത് ശരീരത്തിനില്ലാത്ത? ക്രിസ്ത്യാനികൾ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കും. 12 തൊട്ട് പറയാ, ആ 2 പേർ ലോത്തിനോട് പറഞ്ഞു, ഇവിടെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ? പുത്രന്മാരോ പുത്രികളോ ഈ ദൂതന്മാർ പറയാണ്, ഈ ദേശം നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ്. അന്വേഷണം വന്നപ്പോൾ ഈ ദൂതന്മാർ വഴിയിൽ കിടക്കാൻ നോക്കിയതാണ്. പക്ഷെ വഴിയിൽ കിടന്നാൽ ശരിയല്ല എന്ന് ദൂതന്മാർക്ക് അറിയാലോ, ശരിയല്ലാന്ന്. അവരെ വിടുമ്പോൾ തന്നെ പറഞ്ഞിട്ടാണ്. പക്ഷെ അവരെ അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ എന്താ, ലോത്ത് പറഞ്ഞു, പിടിച്ചകത്ത് കെടുത്തി ഇവരെ വസിക്കാനിരിക്കുമ്പോഴേക്കാണ് എല്ലാവരും ഓടിത്താണ്. അപ്പോൾ ഈ ദൂതന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ദൂതന്മാർ ഈ ദേശം നശിപ്പിക്കാതിരിക്കാൻ, ദേശം നശിപ്പിക്കാനല്ല, ലോത്തിൻ്റെ കുടുംബം നശിപ്പിക്കാതിരിക്കാൻ ചോദിക്കുന്നൊരു കാര്യമാണ്. ഈ 2 പേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുത്രന്മാരെയോ മരുമക്കളോ മറ്റാരെങ്കിലും ഉണ്ടോ? നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക. അപ്പോൾ ഈ പറയുന്നതിൻ്റെ കാരണം, സ്വർഗഭോഗം നടത്തുന്നൊരു സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ ആ സ്ഥലം ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി അതിനെ നശിപ്പിക്കും. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിശ്വാസം കൂടുതലുള്ള നാടാണ്. ഹിന്ദു വിശ്വാസത്തിൽ നമുക്കറിയാം, വിവാഹം വരെ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കണമെന്ന് നിയമമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി ഈ വിവാഹം നടത്താൻ, ലിവിങ് ടുഗദർ, സ്വർഗ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തൊരു കാര്യം ഇതാണ്, ഞങ്ങൾക്ക് ഇത് പാപമാണ്. അല്ലേ? ക്രിസ്ത്യൻ നാടുകൾ, ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇത് പാപമല്ല എന്ന് പറഞ്ഞ് ഇത് അനുവദനീയമായ നാടുകളുണ്ട്. അവിടേക്കാണ് നമ്മുടെ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും, ഇന്നലെ മിനിങ്ങാന്നോ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 2.5 ലക്ഷം പിള്ളേരാണ് കേരളം വിട്ടിരിക്കുന്നത്. KMRS എന്ന് പറയുന്ന സർവേ അനുസരിച്ച് 2.5 ലക്ഷം മക്കളാണ് വിദേശത്ത് പോയത്. വിദേശത്ത് ഉള്ള അച്ഛന്മാർ പറയുന്നത് എങ്ങനെയാണ്, പിള്ളേരെ ഇങ്ങോട്ട് വിടരുത്.
കാരണം പറയുന്നതാണ്, ഇവിടെ താമസിക്കാനുള്ള അത്ര സൗകര്യങ്ങളില്ല. അതുകൊണ്ട് അവർ ചേർന്നാണ് കിടക്കുന്നത്. മോറൽ മേഖലയിൽ വലിയ തകർച്ച നമ്മുടെ കുട്ടികൾ ഏർപ്പെട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കണ്ടോ? ഇല്ല. അച്ഛന്മാർ പറയുന്നത് കേട്ടായിരുന്നോ? അല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ ജോലിക്ക് കേരളത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും വീട് വെച്ചു കൊടുത്താണോ പണിക്ക് കിടത്തിയത്? ആണോ? അല്ലല്ലോ. ഗവൺമെൻറ് പിടിക്കാൻ തുടങ്ങിയ പിന്നെയാണ് നല്ല സൗകര്യമായിട്ട് ഒരു കട്ടിലെങ്കിലും കൊടുത്തു തുടങ്ങിയത്. അതിനു മുമ്പ് എന്നാ ഏതെങ്കിലും ഒരു സിമെൻറ്റ് മുറിയിലോ ഏതെങ്കിലും ഗോഡൗണിലാണ് അവരെ താമസിപ്പിച്ച് ജോലി ചെയ്തിരുന്നത്. അല്ലേ? ഗൾഫ് നാടുകളിൽ നമ്മുടെ നിങ്ങളുടെ ഭർത്താക്കന്മാരോ പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചോക്ക്, ഒരു മുറിയിൽ ഒരു 10-25 എണ്ണങ്ങളുണ്ടാവും. അല്ലേ? ഗൾഫ് നാട്ടിൽ നിന്ന് വരുന്ന അവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയണത്, അച്ഛാ ഒരു മുറിയിൽ ഒരു 25-30 ആളുണ്ടാവും. അത് എല്ലാ മതസ്ഥരും ഉണ്ടാവും. അതിങ്ങനെ എപ്പോഴും ടി വി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ടി വി ഓഫാക്കുന്ന സമയം ഇല്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല ഫാദർ. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം ഒരേ ഒരു മുറി, ഒരു ബാത്റൂമോ ഒരു ചെറിയൊരു കിച്ചൻ്റെ സൈഡിലായിരിക്കും. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മക്കൾ 2.5 ലക്ഷം മക്കൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ, ഈ കേരളത്തിൽ നിന്ന് തന്നെ പോവാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ താമസിക്കാൻ സ്ഥലം ഉണ്ടാവോ? ജോലിക്ക് സ്ഥലം ഉണ്ടാവോ? കഴിഞ്ഞ ദിവസം വേറൊരു അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്തിട്ട് പോകുന്ന മക്കളൊന്ന് വിചിന്തനം ചെയ്തിട്ട് പറയാൻ. 18 വയസ്സിന് താഴെയുള്ളവന് പോയിട്ടുണ്ട്, 17 വയസ്സ് തൊട്ട്. അതുകൊണ്ട് ഒരു അച്ഛൻ പറയുന്ന പ്രകാരമാണ്, നമ്മുടെ കുട്ടികൾ അവിടെ വന്നിട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളിലേക്ക് അവർ വിട്ടുപോകുന്നു. അതുകൊണ്ട് മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇതെല്ലാം അനുവദനീയമായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ പിള്ളേർ. സ്വർഗവിവാഹം അനുവദനീയമാണ്, ലിവിങ് ടുഗദർ അനുവദനീയമാണ്. നമ്മുടെ പിള്ളേർ അത്രമാത്രം വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുമെന്ന് ഏതെങ്കിലും മാതാപിതാക്കന്മാർക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? ഈ കേരളത്തിൽ ഇതുണ്ടോ? കേരളത്തിലുണ്ട്. 9 മാസം മുമ്പ് ഇവിടെ ഒരു കുടുംബം വന്നു. അവർ നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബം. അവർ പഴയകാല ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ അവരുടെ മക്കൾ ലിവിങ് ടുഗദറാണ്. ഒരു വ്യത്യസ്ത രാജ്യത്തിലെ പെണ്ണാണ്. ഭാഷ ഇവർക്ക് അറിയില്ല, ഇവരറിയാം. അപ്പോൾ ഇവർ പറഞ്ഞു കുംസാരിക്കണം. ഞാൻ പറഞ്ഞു കുംസാരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ആദ്യമായിട്ട് കാണുന്നൊരു ഇതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവർ വിശുദ്ധരായിട്ട് ജീവിക്കുന്നത്. പക്ഷേ വിശുദ്ധരായിട്ട് ഒരു മുറിയിൽ ഒരു പെണ്ണും, വിദേശത്തുള്ള ഒരു ഭാഷ അറിയില്ലാത്തൊരു പെണ്ണും ഒരു ചെറുക്കനും കിടക്കുകയാണെങ്കിൽ അത് വിവാഹം നടത്താമല്ലോ. നടത്തുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ കിടക്കുന്നത്. ഞാൻ ഏതായാലും അതിനെക്കുറിച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇത് വലിയൊരു പാപമാണ്. പക്ഷേ ആ രാജ്യത്തെ നിയമം അനുവദനീയമായതുകൊണ്ട് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ജപമാല ചൊല്ലുമ്പോഴാണ് അങ്ങനെയുള്ള കേസുകൾ പൊങ്ങി വരുന്നത്. സ്വവർഗ ഭോഗത്തിന് വേണ്ടി അങ്ങനെയുള്ള മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് പറയുന്നതിൻ്റെ കാരണം ആ മേഖലയിൽ നമ്മുടെ മക്കൾ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ ഈ പാപത്തിലേക്ക് വീഴില്ല. പറയുന്ന കാര്യം മനസ്സിലാവുണ്ടോ? കാരണം എന്താ, അനേകം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെറ്റിയിൽ ഞാൻ മുദ്ര ചെയ്തിരിക്കും. ആ ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. 9:4 മനസ്സിലായോ? ഇങ്ങനെ നടക്കുന്ന പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? അല്ലേലൂയ. ഞാനിത് പറയുന്നതിന് കാരണം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞങ്ങൾ അദർശ്യമായവരെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. സഭ പറയുന്നുണ്ട് കൂദാശകളെ കുറിച്ച് പറയുമ്പോൾ പ്രകാരമാണ്, ദൃശ്യമായവയല്ല അദർശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. സഭയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദർശ്യമായവയാണ്.
നമ്മളെല്ലാം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൃശ്യമായ ഇവിടെ പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നോക്കുന്നത്, അല്ലേ? സഭ പറയുന്നത് അദൃശ്യമായ ഹല്ലേലൂയ. ഒന്നുകൂടി അതിന്റെ തുടർന്നുള്ള വായിച്ച്. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, നശിക്കുന്നതാണ്. അദൃശ്യങ്ങൾ അനശ്വരമാണ്. അതുകൊണ്ടാണല്ലോ കൂദാശ നൽകുമ്പോൾ സഭ നമ്മൾ പഠിപ്പിക്കുന്ന കാരണം എന്താ? അദൃശ്യമായവയെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. അദൃശ്യമായവയെ അല്ലെ. അപ്പോൾ ഒരു കുട്ടിയുടെ നെറ്റിയിൽ റൂഷ്മ ചെയ്യപ്പെടുമ്പോൾ അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്നു എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നതിന് കാരണം അനശ്വരമായ ഒരു രാജ്യത്തിലേക്ക് വേണ്ടിയാണ് അവനെ മുദ്ര ചെയ്യുന്നത്, അല്ലേ? ഒരു സ്ഥലലേപനങ്ങൾ ചെയ്യുന്ന സമയത്ത് അവനെ റൂഷ്മം ചെയ്യുന്നു. അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായിട്ട് അഭിഷിക്തമാകുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ ഒന്നും കാണില്ല. നോക്കിയാൽ കാണുന്നത് ഒരല്പം തൈലാണ് കാണുന്നത്. മൂറോൻ ഉപയോഗിച്ച് കാണോ? മൂറോൻ ഉപയോഗിക്കുമ്പോൾ എന്താ? അച്ഛൻ ഒരു തൈലം കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പേര് പറയുന്നു, ഇത്രയേ ഉള്ളൂ. അല്ലേലൂയ. പക്ഷെ നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് തൊട്ട് പറഞ്ഞ 5:10 ഇപ്രകാരം പറയുന്നുണ്ട്. 2 കൊറിന്തോസ് 5:10 പറയാണ്, എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസന മുമ്പിൽ വരണം. അപ്പൊ എന്തിനു വേണ്ടിയാണ് മാമോദീസയും സ്ഥലലേപനവും കൂദാശകളും നൽകപ്പെടുന്നതെന്ന് വെച്ചാൽ മനുഷ്യരായി നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ദൃശ്യമായ കൂദാശ കൊണ്ട് അദൃശ്യമായ ശരീരമാക്കി മാറ്റി സ്വർഗരാജ്യത്തിന് അവകാശികളാക്കിയത്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ ഓരോരുത്തരും പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പാപം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കപ്പെടും, ഹല്ലേലൂയ. അവിടെ നിൽക്കാതിരിക്കാനാണ് ഇവിടെ കാര്യം ചെയ്യുന്നത്. എവിടെ? സ്വർഗരാജ്യത്തിൻ്റെ വാതിൽക്ക് ചെല്ലുമ്പോൾ പത്രോസ് പറയും, എത്രയും നാൾ നീ ജീവിച്ചു, ഇവിടേക്ക് രക്ഷയില്ല, താഴോട്ട് പൊക്കോ. എന്തായിരിക്കും നമ്മുടെ ഒരു സങ്കടം, അല്ലേ? സങ്കടം ഉണ്ടാവില്ലേ? അല്ലേ? അതുകൊണ്ടാണ് ദൃശ്യമായവ അദൃശ്യമായവ സൂചിപ്പിക്കുന്നതാണ് ദൃശ്യമായ കൂദാശ എന്ന് ഈശോ. അതുകൊണ്ട് പൗലോസിലേക്ക് പറയുന്നത്, നീ മാമോദീസ സ്വീകരിച്ചാൽ നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. എവിടെ കിടക്കുന്നത്? 3:16 1 കൊറിന്തോസ് 3 പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം ആദ്യത്തെ എന്താ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ നിൽക്കുന്നു. രണ്ടാമത്തേത് ബി ആണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ, ഹല്ലേലൂയ. രണ്ടാമത്തേലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ ആലയം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഞാനത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടി വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമെന്ന് തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനത്തിൽ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്നാൽ ആ ദിവസത്തിന് മുമ്പ്, ഏത് ദിവസത്തിന് വേണ്ടി? ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിന് മുമ്പ് വിശ്വാസത്യാഗത്തിന്റെ ആത്മാവ് നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി പറയാണ്, എന്താണ് അവൻ ചെയ്യുന്നത്? ദൈവമെന്ന് വിളിക്കപ്പെടുന്നത് ആരാധന വിഷയമായ എല്ലാത്തിനെയും അവൻ എതിർക്കുകയും അവയെ എതിർക്കുക, പുച്ഛിച്ച് തള്ളുക. ഇന്ന് പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമാണോ? നമ്മുടെ വീട്ടിൽ പോലും ഇഷ്ടമാണോ? അല്ലല്ലോ. ഇഷ്ടമാണോ? അതുകൊണ്ടാ ആരാധന വിഷയമായ എല്ലാത്തിനും എതിർക്കുകയും പുച്ഛിക്കുകയും തള്ളിക്കളയുകയും ചെയ്യും. കാരണം എന്താ? അവൻ തന്നെ ദൈവത്തിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അവൻ പ്രതിഷ്ഠിക്കുക. അതുകൊണ്ടാണല്ലോ മനുഷ്യർക്ക് വേണ്ടി അമ്പലം ഉണ്ടാക്കുന്നത്, അല്ലേ? ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക്
അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നാശത്തിൻ്റെ സന്താനമായിട്ട് മാറുക, കൃപയില്ലാത്ത മനുഷ്യനായിട്ട് പറയാം, ജഡത്തിൻ്റെ മനുഷ്യനായിട്ട് പറയാം, പിശാചിൻ്റെ ആത്മാവായിട്ട് മാറുക. എന്നിട്ട് അവനെ പറയാണ് അരാജകത്തിൻ്റെ മനുഷ്യർ പ്രത്യക്ഷപ്പെടുകയും അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. ദൈവത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ ഭരണം കടന്നു വന്നാൽ ആ കാലഘട്ടം അഗ്നിയുടെ കാലഘട്ടം, തീയുടെ കാലം. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് ദൈവമെന്ന് വിളിക്കപ്പെടുന്ന എല്ലാ വിഷയത്തെയും, ആരാധന വിഷയത്തെയും എതിർക്കും. നമ്മൾ യോനയെ കുറിച്ച് പറയുമ്പോൾ യോന പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് അവനെ വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങിയത്. ഇന്ന് നമ്മുടെ വീട്ടിലെ പിള്ളേർ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ നിങ്ങൾ അതിനെ പിടിച്ച് കടലിൽ എറിയോ, പുഴയിലേക്ക് എറിയോ, കുളത്തിലേക്ക് എറിയോ, എറിഞ്ഞു നോക്കി ചേട്ടൻ്റെ അടി കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ കാലഘട്ടം മാറി. ഇന്ന് പ്രാർത്ഥിക്കാത്തവൻ കിടന്നുറങ്ങിയാലും ഒരു കുഴപ്പമില്ല. പള്ളിയിൽ പോകാതെ കിടന്നുറങ്ങിയാലും ആ മാതാപിതാക്കളൊന്നും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യുന്ന പേടിച്ചിട്ട് ഒന്നും മിണ്ടില്ലല്ലോ. അപ്പോൾ ആ കാലഘട്ടം മാറി. പഴയ കാലത്ത് അങ്ങനെയല്ല, പ്രാർത്ഥിക്കാതിരിക്കാൻ പാടില്ലായിരുന്നു. ആ കപ്പലിൽ കപ്പിത്താൻ പറയണ ദൈവം വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നു, അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വ്യത്യസ്ത മതക്കാരാണ്, അവരുടേതായി ദൈവത്തെ നിങ്ങൾ വിളിച്ച് അപേക്ഷിക്കുക. ഇന്ന് കേരളം നശിച്ചുകൊണ്ടിരിക്കുക. ആത്മഹത്യയും കൊലപാതകങ്ങളും അപകടങ്ങളും തിന്മ ശക്തിയും പകർച്ചവ്യാധികളും നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ജപ്പാനിൽ നിന്നൊരു മാരകമായ ഒരു അണു വീണ്ടും കടന്നു വരിക. അത് കോവിഡിനേക്കാളും വലുതാണ്. ജപ്പാനിൽ ആളുകളൊക്കെയും അതിനെ പേടിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഒന്ന് മാറി നമ്മളെ വേട്ടയാടി. 2018 ശേഷം, ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഒരിക്കലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആരാധന വിഷയമായ എല്ലാത്തിനും എതിർക്കുക. ഇന്ന് ആരാധന വിഷയത്തെയല്ലേ എതിർക്കുന്നത്, അല്ലേ? ചർച്ചകൾ ഏതാ? പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മെത്രാമാരെ കുറിച്ചായിരിക്കും, മാർപ്പാപ്പയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സിനിമ ഇറങ്ങുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ മോശമായിട്ട് ഒരു കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ഇത് നമ്മൾ എതിർത്താൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അപ്പം കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ് എന്താ, തന്നെ പ്രതീക്ഷിക്കുകയും അതുവഴി ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പം മനുഷ്യൻ ദൈവമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും പറയാണ് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. അതാണല്ലോ അമ്പലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ തൂണുകളുണ്ടാക്കി തൂണിൻ്റെ മുകളിൽ കയറ്റി നിർത്തുക, അതൊരു അമ്പലമായിട്ട് അതിനെ ആരാധിക്കുക, അതിനെ പൂജ ചെയ്യുക. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയും ദൈവത്തിന് കൊടുക്കുന്ന സ്തുതികളും മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയാൽ അതിനെക്കുറിച്ച് പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, അവരെ ഞാൻ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയെ കരുതിയത് കൊണ്ട് ഞാൻ അവരെ അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഇപ്പൊ കാലഘട്ടത്തിൽ മനസ്സിലായില്ലേ? പിള്ളേർ വൈകിട്ടിരുന്ന് സോഷ്യൽ മീഡിയ കണ്ടിരുന്നോ? പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവൻ വന്നില്ലെങ്കിലും മിണ്ടുവോ? ഇല്ലല്ലോ, മിണ്ടാൻ പറ്റില്ലല്ലോ. ഹല്ലേലൂയ. ഒരു വീട്ടിൽ പ്രകാരം പറഞ്ഞത്, അമ്മ എപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കും. മക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും അമ്മ TV ഓഫാക്കില്ല. അമ്മ TVയുടെ സൗണ്ട് കൂട്ടി വയ്ക്കും. എങ്ങനെയുണ്ടാവും? നല്ല അമ്മയല്ലേ? ആണോ? ഹല്ലേലൂയ. എപ്പോഴും ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന അമ്മമാരുണ്ട്, എപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കുന്ന അപ്പന്മാരുണ്ട്. മക്കളെന്താവും? ബ്രോക്കണായിട്ട് മാറും. ബ്രോക്കണായിട്ട് സമാധാനം സന്തോഷമില്ലാത്ത മക്കളായിട്ട് അവർ വളർന്നു വന്നാലോ അവരുടെ മക്കളോടും അതേപോലെ തന്നെ. ഹല്ലേലൂയ. ഈ അമ്മായിമ്മ പോയെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ സാധനമല്ല, അത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഒരമ്മ ഒരു മോൾക്ക് കൊടുത്തു, ആ മോള് അടുത്ത മോൾക്ക് കൊടുത്തു, ആ മോള് അടുത്ത മോൾക്ക്, അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഹല്ലേലൂയ. അവരെ നിന്ദ്യമായും അധമമായ വികാരങ്ങൾക്ക് ഞാൻ അവരെ വിട്ടുകൊടുക്കും. സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരമായി പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിലേക്ക് പോകും, അല്ലേ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം
അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ. കൊലപാതകം. അപ്പൊ മനസ്സിലായോ? ഈ അസൂയ, കൊലപാതകം, ഏഷണി, കലകം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അപ്പൊ എന്താ, ഇതിലൊരിക്കലും ഒരു മന്ത്രവാദം പറഞ്ഞുണ്ടോ? ഇല്ലല്ലോ. വ്യഭിചാരം പറഞ്ഞുണ്ടോ? ഇല്ലല്ലോ. വേശ്യാവൃത്തി പറഞ്ഞുണ്ടോ? ഇതെല്ലാമാണ് ഇതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, ഓ ഒരു പരദൂഷണം, എന്താ കുഴപ്പം, നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ, അങ്ങ് പറഞ്ഞേക്കാം, അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ അഭിഷേകം പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, യാക്കോബസിലേക്ക് പറഞ്ഞത്, നാവിൻ്റെ അടിയിൽ വിഷമുണ്ട്. നാവിൻ്റെ മുകളിൽ കൃപയുള്ളതാണെങ്കിൽ നാവിൻ്റെ അടിയിൽ വിഷമാണ്. അത് മാരകമായ വിഷം, ആസിഡാ. ശരീരത്തിലെ ഈ തുപ്പല ആസിഡായിട്ട് വരും. അല്ലെങ്കിൽ കണ്ണ് നിയന്ത്രിക്കേണ്ടതാണ്. കണ്ണിനെയും നാവിനെയും. ഒരു ഡെലിവറൻസ് വേണ്ട ഒരു കുടുംബത്തിലെ വ്യക്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കണ്ണിനെയും നാവിനെയും. നന്നായിട്ട് വർത്തമാനം പറയുന്നൊരു വീട്ടിൽ ഒരിക്കലും ഒരു ഡെലിവറൻസ് കർത്താവ് കൊടുക്കില്ല. കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഒരു കർത്താവ് കൃപ. അതുകൊണ്ടാണ് പറയുന്നത്, പറയാണ്, വിദ്വേഷ, പരദൂഷണം, ഏഷിണി, കൊലപാതകം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസ്തരണം ചെയ്യുന്നവരും മാതാപിതാക്കളെ മാതാപിതാക്കന്മാരനുസരിച്ച്. അപ്പൊ കണ്ടോ, ഇത് വന്നു കഴിഞ്ഞാലുണ്ടെന്ന് വരും തലമുറ മാതാപിതാക്കന്മാരെ അനുസരിക്കില്ല. അപ്പോൾ 4ാമത്തെ കൽപ്പന അല്ലേ, ലംഘിച്ചു കൊണ്ടുപോകും. ഇപ്പം ഇടവക വികാരിമാരെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇടവകാരിമാർ പ്രസംഗം പറയുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, കൽപ്പനയെക്കുറിച്ച് പറഞ്ഞാൽ മതി. കൽപ്പന ഇപ്പം ആൾക്കാർക്ക് അറിയില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ, തിരുസഭയുടെ കൽപ്പനകൾ, ദൈവപ്രമാണങ്ങൾ അറിയില്ല. വേറെ ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം ചേച്ചി എന്നെ വിളിച്ചു. ഒരു കടബാധ്യതയാണ് ഫാദർ. ഞങ്ങളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക വിദേശത്ത്. ഒരു ചേട്ടൻ അവിടെ ജോലി ചെയ്തു, കല്യാണം കഴിഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു, അവിടെ ചെന്നു. ഞാനൊരു നേഴ്സാണ്, എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. ചേട്ടൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. കമ്പനി ജോലി ചെയ്ത് അതിൻ്റെ ടെക്നിക്കും പഠിച്ചപ്പോൾ അതൊരു ബിസിനസ്സായിട്ട് മാറി. ബിസിനസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ ഈ സെയിൽ നടത്തിക്കൊണ്ടിരുന്ന 2 ആളെ, അക്രൈസ്തവരെ, ദൈവത്തിൽ വിശ്വസിക്കാത്ത 2 ആളെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ എത്രയായി, 3 ആളായി. ഷെയർ ബിസിനസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ബിസിനസ് നല്ല പുരോഗതിയിലേക്ക് വന്നു. വീട്ടിലെ അമ്മയ്ക്കോ അപ്പനോ എന്തോ അസുഖം വന്നപ്പോൾ നാട്ടിലേക്ക് വന്നു. 4-5 മാസങ്ങൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ബിസിനസ്സിൽ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരവരുടെ പരിപാടി നോക്കി. അവരിത് കാലിയാക്കിയിട്ട് അവർ പോയി വേറെ കമ്പനി തുടങ്ങി. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആരുടെയെന്ന് വെച്ചാൽ ഈ ചേട്ടൻ്റെ പേരിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടൻ എല്ലാ ദിവസവും പള്ളി പോകുന്ന ആളാണ്, എല്ലാ ദിവസവും പള്ളി പോകും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന കർത്താവ് ചോദിക്കും. ചേട്ടൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ് നല്ല മാന്യനായ വ്യക്തിയാണ്, ഒരിക്കലും ഒരു വഞ്ചന കാണിക്കുന്നവനല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു കാര്യം, നിങ്ങൾ ഈ വിദേശത്തായിരിക്കുമ്പോൾ വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരമാണ്, ഞങ്ങളുടെ രൂപതയിൽ ഞങ്ങളുടെ ഇടവക മാത്രം വേറൊരു ദിവസം. കാര്യം പറഞ്ഞ് മനസ്സിലായില്ല? ഞങ്ങളുടെ രൂപതയിൽ ഞങ്ങളുടെ ഇടവക ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ വേറൊരു ദിവസം ബുധനാഴ്ച, ഇടവയിലെ വിശുദ്ധൻ ഔസേപ്പിതാവ്, അതുകൊണ്ട് ബുധനാഴ്ച ദിവസം. ഞാൻ പറഞ്ഞു, ഒരു രൂപതയിൽ അങ്ങനെ ചെയ്യില്ല. കാരണം എന്താ, ഇത് റോമിൻ്റെ അധികാരി സീമയിൽ വരുന്ന അല്ലേ. അപ്പോൾ ഒരു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലുള്ള ഒരു നിയമം ഒരു ഇടവകയിൽ മാത്രം മാറ്റി. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഇറച്ചി കിട്ടും. എൻ്റെ വീട്ടിലിങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കരുതെന്നൊക്കെയും പറയാറുണ്ട്. പക്ഷേ വേദപാഠം ഞാനത് പഠിച്ചിട്ടില്ല. പിന്നെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെയും പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മറ്റു മതസ്ഥരെ ഒരു കുറ്റം പറയില്ല. കാരണം
ഒരു കൂട്ടുകൃഷി ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ ആരാധന നടത്തും, മറ്റൊരു മറ്റേ ദൈവത്തിൻ്റെ ആരാധനയും നടത്തും. ചേച്ചിയോട് വേറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അവസാനം കുറേ അപ്പം ചേച്ചി പറയാം, ചേട്ടൻ വിശുദ്ധനായ വ്യക്തിയാണ്, മാംസം കഴിക്കുന്നത് അത് പിന്നെ വലിയ പാവമാണ്, അത് വലിയ പാവമാണ്. കാരണം എന്താ? മാംസവർജനം പിശാചിന് ഇഷ്ടമല്ല, ഉപവാസം പിശാചിന് ഇഷ്ടമല്ല. അവൻ ഏറ്റവും കൂടുതൽ തന്ത്രം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയും ക്രിസ്ത്യാനിയെ മാംസം കഴിപ്പിക്കുക. കാരണം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റിയാൽ പിശാചിന് ഇടപെടാൻ പറ്റില്ല. കാര്യം മനസ്സിലാവുണ്ടോ? ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റിയാൽ, ഒരു വ്യക്തിക്ക് ശരീരത്തെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിശാചിന് അവനെ തൊടാൻ പറ്റില്ല. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിശാച് 5 അയലക്കത്ത് വരില്ല. ഒരു ചേച്ചി ഇവിടെ വന്ന് പറഞ്ഞെങ്ങനെയാണ്, അവരുടെ വീട്ടിലെ മകൾ ഒരു ഡോക്ടറാണ്, പഠിച്ചു വന്നപ്പോൾ എന്തൊരു കല്യാണക്കാരൻ വന്നു, ആദ്യത്തെ ചെറുക്കനായത്. പക്ഷേ ഇവർക്ക് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവർ തമ്മിൽ ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് ഇവർ തമ്മിൽ ബന്ധത്തിലായി, സ്നേഹം ഇങ്ങനെ ഫോൺ വിളിയായി. അവരിവിടെ വന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ച് മതി, അവളത് ഉപേക്ഷിക്കുന്നു പറഞ്ഞു. ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചേച്ചി നോമ്പെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഉപവാസം എടുക്കാൻ ചേച്ചിക്ക് പറ്റില്ല, ഉപവാസം എടുക്കാൻ പറ്റില്ല. നോമ്പ് പിന്നെയും കുഴപ്പമില്ലെന്ന് ചേച്ചി പറഞ്ഞു. ഉപവാസം എടുത്ത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാനത് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. ഞാനിത് ഉപേക്ഷിക്കണം. മാറില്ലേ? ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ഇതൊന്നും, പ്രാർത്ഥനയില്ലാതെ ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ഇതൊന്നും പുറത്തു പോയില്ല. ഞാൻ ചേച്ചിയോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ചേച്ചി തന്നെ ഫോൺ കട്ട് ചെയ്തു. ചേച്ചിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഓരോന്ന് ചോദിച്ചു, ചേട്ടൻ കൊച്ചിൻ്റെ 4 പിള്ളേരുണ്ട്, നാളെ ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് പറയാം ഞങ്ങൾക്കിതിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയോട് ദുഃഖവള്ളി, പെസക, ഈസ്റ്റർ ഒക്കെ ചോദിച്ചു വന്നപ്പോൾ അവസാനം ചേച്ചി പറഞ്ഞു അച്ഛൻ പെട്ടെന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് ഈ ആഴ്ചയിൽ 4 ലക്ഷം രൂപ വന്നില്ലെങ്കിൽ എൻ്റെ പേരിൽ ആ ഗവൺമെൻറ് കേസ് ഫയൽ ചെയ്യും. 4 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട് അടയ്ക്കണം. അവരുടെ എന്തോ ഈ ജോലിയുടെ കാർഡ് വെച്ചാണ് ഈ ചേട്ടൻ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. അല്ലേലിയാം. അതുകൊണ്ട് അച്ഛന്മാർ വലിയ വലിയ കാര്യമല്ല പറയേണ്ടത്, കൽപ്പനകൾ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഈ വേദപാഠം കേൾക്കാൻ പോകലുണ്ട് അല്ലേ, വിവാഹത്തിന് വേദപാഠം. ആ ചെന്നപ്പോൾ ചോദിച്ചോ, അച്ഛൻ ഇതൊന്നും ചോദിച്ചാൽ കൽപ്പനയൊന്നും ചോദിച്ചില്ല. അപ്പോൾ വേദപാഠത്തിന് ഇപ്പോൾ പോകുമ്പോൾ ചോദിക്കേണ്ടത് എന്താ? വിവാഹത്തിന് ചെല്ലുമ്പോൾ വധുവരന്മാരോട് ചോദിക്കേണ്ടത് ദൈവ പ്രമാണങ്ങളും ദൈവകൽപ്പനകളും കൂദാശകളും ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം. കാരണം അത് അടിസ്ഥാന തത്വമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു അടിത്തറ കെട്ടാതെ നമുക്കൊരിക്കലും ഭവനം പണിയാൻ പറ്റില്ല. അല്ലേലിയാ. അതുകൊണ്ട് പറയുന്നതിൻ്റെ കാരണം ഒരിക്കലും ഒരു ഹിന്ദു ആചാരപ്രകാരമോ അല്ലെങ്കിൽ മുസ്ലിം ആചാരപ്രകാരമോ സിഖ് ആചാരപ്രകാരമോ അല്ലെങ്കിൽ ജൈനമതത്തിൻ്റെയോ ജൂതമതത്തിൻ്റെയോ ചെയ്യാമുള്ള ഇവിടെ ഒരു കുടുംബം ഇവിടെ വന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ജൂതമതത്തിൻ്റെ ആചാരം ചെയ്യുന്നതാണ്. അവർ ഒരാൾ എന്തൊരു ജൂതമതത്തിൻ്റെ പ്രാർത്ഥന പഠിച്ചു. അതുകൊണ്ട് ഇടവകയിൽ ഈ വീട്ടിൽ ഒരാൾ മരിച്ചപ്പോൾ ഇടവകയിൽ വികാരി വരുന്നതിന് മുമ്പ് ജൂതമതത്തിൻ്റെ ആചാരപ്രകാരം ശവടുപ്പൊക്കെ നടത്തി. വികാരി വന്ന് ഏത് എടുത്തി? 2ാമത്തെ ശവടുപ്പ്. അത് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്തിയതിന് ശേഷം ഇയാൾ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഇയാൾ എന്തിലാണ് വിശ്വസിക്കുന്നത്? ജൂതമതത്തിൻ്റെ ആചാരപ്രകാരം. എനിക്കത് അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ജോണച്ചനോട് പറഞ്ഞു അതിങ്ങനെയുണ്ട്, ഇനി നെറ്റിമയൊക്കെ പൂച്ചിട്ട് പോകണം മരിച്ചടക്കാൻ. എന്താ ക്രിസ്ത്യാനി? ജൂതന്മാരെക്കാളും ഈശോ വന്ന് സഭ സ്ഥാപിച്ചു. കാരണം മറ്റു മതങ്ങളെക്കാളും എന്നിട്ടും വിശ്വസിക്കുന്നത്. അപ്പം 2 വഞ്ചിയിൽ കാല് കുത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മറ്റു മതങ്ങൾ മോശമാണെന്നല്ല പറയുന്നത്. ഞാൻ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് മറ്റു മതങ്ങൾ ചെയ്യുന്ന ആചാരങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വസ്ത്രം. അല്ലേലിയാം. അതുകൊണ്ട് ഞാൻ അവരോട് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഓരോന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവിന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് പിന്നെ മിണ്ടിയില്ല. കാരണം എന്താ? ഭർത്താവിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കുന്നുണ്ട്, ഉപവാസം എടുക്കുന്നില്ല. ഞാനത് പറഞ്ഞതിൻ്റെ കാരണം 7ാമത്തെ വാക്യത്തിൽ അരാജകത്തിൻ്റെ അജ്ഞാതശക്തി ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും.
അല്ലെങ്കിൽ അപ്പോൾ വിധിയുടെ ഒരു സമയമുണ്ടെന്ന് വചനം പറയാം. എവിടെ പറയുന്നത്? തെസ്സലോനിക്കർക്ക് എഴുതിയ 2:7. അതുകൊണ്ട് പറയാണ്, തടഞ്ഞിട്ട് വഴിമാറിയാൻ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവ് യേശു തൻ്റെ വായിൽ നിന്നും നിശ്വാസം കൊണ്ട് അവയെ സംഹരിക്കും. തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഒരു സമുദായത്തിൽ ഒരു പയ്യൻ ഒരു കോളേജിൽ ചെന്നു. ആ കോളേജിൽ ചെന്ന് അവൻ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനി, അവൻ മാത്രമേ ഉള്ളൂ. അവൻ 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ പയ്യനാണ്, വേദപാഠത്തിൽ പാസ്സായ പയ്യനാണ്, നല്ല മാർക്കുള്ള പയ്യനാണ്. അവിടുത്തെ ടീച്ചർമാർ പഠിപ്പിക്കുകയാണ്, ടീച്ചർമാർ ഇങ്ങനെ പഠിപ്പിക്കുന്ന സ്വവർഗ വിവാഹം നടത്തണം. ഇപ്പം ഞാൻ ചോദിച്ചു, ഈ ടീച്ചർമാർ വിശ്വാസികളാണ്? വിശ്വാസികളല്ല വെച്ചാൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമില്ല. അതല്ലേ പറഞ്ഞു വചനം പറഞ്ഞെന്താ? അരാജകത്തിൻ്റെ മനുഷ്യൻ അല്ലേ? ഇപ്രകാരമാണ്, വിശ്വാസത്യാഗ നാശത്തിൻ്റെ സന്താനമായ അരാജകത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടില്ലേ? ആ കൊച്ചിനോട് ചോദിക്കുക, ആ കൊച്ചു പറയാ, ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, ഇവൻ മാത്രമേ ക്രിസ്ത്യാനിയുള്ളൂ, ഇവൻ്റെ ശരീരത്തിൽ ഈ ചെയ്യാനായിട്ട് ഇത് പാടില്ല. അപ്പോൾ വേറെ പിള്ളേർ പറയാം, നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്കൊരു റൂം എടുക്കാം, നമുക്ക് ഒന്നിച്ച് താമസിക്കാം. പറ്റുമോ? ഞാൻ ചോദിച്ചു, ഇത് അനീതിയല്ലേ? കാരണം കേരളത്തിൽ ഇതൊന്നും നിയമപരമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലേലിയ. അപ്പൊ ഇതിനെതിരെ നമ്മൾ പ്രാർത്ഥിക്കണോ? ആ പയ്യൻ പറയാ, ഞാൻ ചെന്ന് ചേർന്നിട്ടുള്ളൂ, ഇനിയുമുണ്ട് 3 വർഷം എനിക്ക് അവരോടുകൂടെ പഠിക്കാൻ, എനിക്ക് പേടിയാവുന്ന വെച്ചാൽ. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശത്തിലേക്ക് നയിക്കുന്നവരാണ്. ആ ഗുരുക്കന്മാർ തന്നെ അന്ധകാരം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അതാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപുള്ള അരാജകത്തിൻ്റെ മനുഷ്യൻ. അതിവിടെ തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട് ഈ ജില്ലയിൽ തന്നെ, പാലക്കാട് രൂപതയിൽ തന്നെ ഈ ലിവിങ് ടുഗദർ നടത്തുന്ന മക്കളുണ്ട്. ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നന്നായിട്ട് വേദപാഠ ക്ലാസ്സിലൊക്കെയും പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. ഞാൻ അവിടെ വചനം പറയുമ്പോൾ വചനം കേട്ടിട്ടുള്ള ആ കൊച്ചിന് മൊബൈൽ മേടിച്ചു കൊടുത്തപ്പോൾ ബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊച്ചു പറയാണ്, എനിക്ക് ഒരു വിവാഹവും വേണ്ട, ഒരു ജോലിയും വേണ്ട, ഒന്നും വേണ്ട, ഞാനൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കും, പെണ്ണിൻ്റെ കൂടെ ജീവിക്കും. അല്ലേ? ഈ മൊബൈൽ പ്രസ്ഥാനം. കഴിഞ്ഞ ദിവസം ഒരാൾ സാക്ഷ്യം പറഞ്ഞു, ഒരു ചേട്ടൻ, ഇന്നലെ ഞായറാഴ്ച ചേച്ചി പറഞ്ഞു, ഈ ലോക്ക്ഡൗൺ കാലഘട്ടമാണ് നമ്മുടെ കുട്ടികളെ നശിപ്പിച്ച കാലഘട്ടം. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളെല്ലാം യൂട്യൂബ് നോക്കുന്നതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷേ ഇവിടെ വന്ന് അവർ 2 തവണ പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലമായിട്ട് ആ പയ്യന്മാർ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞ ഇപ്രകാരം, യൂട്യൂബ് ഈ ഉപയോഗിച്ചതോടുകൂടി പിള്ളേരുടെ ശ്രദ്ധ മാറി, പ്രാർത്ഥന മാറി. അവർ പ്രാർത്ഥിക്കില്ലായിരുന്നു. ഞാൻ അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിരുന്ന് ചിരിച്ച് കാണിക്കുക, നമ്മളെ ഇളിച്ച് കാണിക്കുക, കാരണം കളിയാക്കുക. കാരണം ഇതൊന്നും അവർക്ക് വിശ്വസിക്കാൻ അദൃശ്യമായവ കൊടുക്കുന്ന ഒരു സഭയുള്ളൂ കത്തോലിക്ക സഭ. കുടുംബങ്ങൾ നശിക്കാതിരിക്കാൻ, നമ്മുടെ ക്രിസ്ത്യാനി കുടുംബങ്ങൾ മാത്രമല്ല, അക്രൈസ്തവരുടെയും മുസ്ലിം, സിഖുകാർ, പാഴ്സികൾ, ഹിന്ദുക്കൾ, ജൈനമതം എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി യേശു ക്രിസ്തു വന്നത്, എല്ലാവരും. അതുകൊണ്ട് പറയാണ് 2-ാമത്തെ അധ്യായത്തിൽ, പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാണ്, പാപം ചെയ്ത് ദൂതന്മാരെ, പാപം ചെയ്ത ദൂതന്മാരാണെങ്കിൽ പോലും വെറുതെ വിട്ടില്ല. അപ്പൊ നമ്മൾ വേറെ വിടോ? ദൂതന്മാരുടെ കാര്യം കഷ്ടമാണെങ്കിൽ, ദൂതന്മാരല്ലാതെ നമ്മൾ രക്ഷിച്ച് കഷ്ടിപിഷ്ടി കയറാൻ പോകുന്ന നമ്മുടെ കാര്യം എന്തായിരിക്കും? കട്ടപ്പോകയായിരിക്കും. കട്ടപ്പോക അല്ലേലിയ. അതുപോലെ ദൂതന്മാരെ ദൈവം വിട്ടില്ല, വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴിയിലേക്ക് തള്ളിവിട്ടു. അല്ലേലിയ. എറണാകുളത്ത് നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നരകത്തില് പാതാളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതല്ല കേട്ടോ,
നരകത്തിലേക്ക് അവരെ തള്ളിയിട്ട്. വീണ്ടും പറയണം വചനം, ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. പഴയ ലോകത്തോട്, അതായത് ദൈവത്തിൽ വിശ്വസിക്കാത്തവരോട് കർത്താവ് ഒരിക്കലും കാരുണ്യം കാണിക്കില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഗയെ അവര് 7 പേര് മക്കളോടുകൂടി മരുമക്കളോടുകൂടി കർത്താവ് കാത്തുരക്ഷിച്ചു. സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് ജനങ്ങളെ ശിക്ഷിച്ചു. ഈ പാപം ചെയ്യാൻ പോകുന്നവർ കാണേണ്ട ഒരു സ്ഥലം സോദോം ഗൊമോറ ദേശം കണ്ടിട്ട് പാപം ചെയ്യണം. കാരണം എന്താ? അത് കണ്ടിട്ട് പാപം ചെയ്യുന്നത് നല്ലത്. കാരണം ഈ സ്ഥലത്തിൻ്റെ ഒരു അഭിഷേകം, ഒരു കൃപ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതേപോലെ നമ്മളായിത്തീരുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മാത്രമല്ല, കർത്താവ് ഒരു തീ അങ്ങോട്ട് അയച്ചാൽ മതി, ഒന്ന് നിശ്വസിച്ചാൽ മതി, ഈ ലോകം ചാമ്പലാകും. ഇതറിയാത്തതുകൊണ്ടാണ്. ഒരു പയ്യൻ ഇവിടെ വന്നു. ആ പയ്യൻ പറയാ, ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പയ്യൻ ഇറങ്ങി പുറത്ത് വന്നു കഴിയുമ്പോൾ രാത്രി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അപ്പോൾ അവർ ചേട്ടന്മാർ കൊണ്ടുപോയി പാപം ചെയ്യും. അവനോട് വചനം കേട്ടാൻ വന്നു. അതിനെ 2 ദിവസം ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയാം, എന്തൊരു സാധനം ഇറങ്ങിപ്പോയി അച്ഛാ എൻ്റെ. ഈ പാപം ചെയ്തു കഴിയുമ്പോൾ ഈ പാപത്തിനൊരു ആസക്തി എന്ന മനുഷ്യനുണ്ട്. അതാണ് ഈ മനുഷ്യരിലേക്ക് കയറുന്നത്. പാപത്തിൻ്റെ അരാജകത്തിൻ്റെ അജ്ഞാത മനുഷ്യനാണ്, ശക്തിയാണ്. അതിനെ നമ്മൾ ഇറക്കി വിടണം. അവൻ പോയിട്ട് അവൻ മാതാപിതാക്കന്മാർ കൊണ്ടു. അവർ അക്രൈസ്തവരായിരുന്നു. ഇത് പാവാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അക്രൈസ്തവർ പാവാണെന്ന് അറിയില്ല. ഈ സ്വർഗഭോഗം ചെയ്യുന്നവർ അക്രൈസ്തവരാണ്, അവർക്ക് പാവാണെന്ന് ഒരിക്കലും അറിയില്ല. പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? ക്രിസ്ത്യാനി ജഗം ചെയ്ത ബൈബിള് വചനം ആരോടും പറയില്ല. കാരണം എന്താ? പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും, അവൻ സുഖം പ്രാപിക്കും. അതുകൊണ്ട് ആരോടും വചനം പറയില്ല. അക്രൈസ്തവർ വന്ന് വചനം കേട്ടാൽ അവർ പോയി പറയുകയും ചെയ്യും. കാരണം എന്താ? അവർക്ക് ഒളിച്ചു വെക്കാനോ പിടിച്ചു വയ്ക്കാനോ ഇത് പറ്റില്ല. കാരണം എന്താ? അവർക്ക് കേട്ടത് അവർ പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈശോ പ്രസവിക്കുന്നത് കേട്ടപ്പോൾ റെസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. പരിശുദ്ധ അമ്മ ചാടി എഴുന്നേറ്റ് എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? സന്തോഷത്തോടെ അവള് എലീശോമയെ കാണാൻ ചെന്നു. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് കർത്താവ് ഒരു കുട്ടി കൊടുത്ത കയറി റെസ്റ്റ് ചെയ്യും. അല്ലേ? ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾ ഗർഭാവസ്ഥയായി അപ്പത്തൊട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ നോർമൽ പ്രസവം തരണമേ. കൊടുക്കുന്നുണ്ട്, കർത്താവ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ നോർമൽ പ്രസവം കൊടുക്കാൻ വേണ്ടി. അനേകം ഈ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ തരും. തരാത്തതിൻ്റെ കാരണം എന്താ? ചോദിക്കുന്നില്ല. ചോദിച്ചാൽ കർത്താവ് തരും. നമുക്ക് വേണ്ടിയല്ല ചോദിക്കേണ്ട, അനേകർക്ക് വേണ്ടി ചോദിക്കണം. ഈ പ്രാർത്ഥന നമ്മൾ സ്വർഗ വിവാഹം കർത്താവ് ഞങ്ങളുടെ ദേശത്ത് ഉന്മൂലനം ചെയ്യണമേ. ലിവിങ് ടുഗദർ ഞങ്ങളുടെ ദേശത്ത് ഉന്മൂലനം ചെയ്യണേ. തൊട്ടടുത്ത വചനത്തെ പറയാണ്, ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത് അല്ലേ? സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയം ഇല്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം താക്കീത് കൊടുത്തു. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്നും രക്ഷിച്ചു. ലോത്തിന്റെ ഭാര്യ രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കി. അത് അവൾക്ക് അദർശ്യമായവല്ല. ഒന്ന് കാണാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഉപ്പിടുന്നൂണായിട്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സുഖിക്കാം, ഇതൊക്കെ അനുഭവിക്കാം. എന്നിട്ട് നല്ലൊരു കുംസാരവും ഒരു ധ്യാനവും നല്ലൊരു ഡെലിവറൻസ് ധ്യാനം നടത്തിയിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് അങ്ങനെ ചിന്തിക്കരുത്. അത് അവസരം കർത്താവ് തന്നു വരില്ല. ഒപ്പം ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് എൻ്റെ ദേശത്തെ അക്രൈസ്തവർക്ക് വചനം കൊടുക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എല്ലാവരും എഴുന്നേറ്റ് ആര് കയറി നടക്കാൻ നിന്റെ ഭവനത്തിന്റെ കാവലേർപ്പെടുത്തും. ഒരു മർദ്ദകനോട് പ്രവേശിച്ചില്ല. എന്റെ കണ്ണൻ നിന്റെ മേലോട്ട് സക്രിയ 9:8 വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആര് കയറി നടക്കാൻ നിന്റെ ഭവനത്തിന്റെ കാവലേർപ്പെടുത്തും. ഒരു മർദ്ദകനോട് പ്രവേശിച്ചില്ല. എന്റെ കണ്ണൻ നിന്റെ മേലോട്ട് സക്രിയ 9:8 വെച്ച് പ്രാർത്ഥിക്കുന്നു.
പാമ്പുകളുടെയും തേളുടെയും ശത്രുവിന്റെ സകല ശക്തികളിലും ചവിട്ടിയെടുക്കാൻ നിൽക്കാധികാരം ഒന്നും നിങ്ങൾ 10:11 സമാധാനത്തിന്റെ ഉടനെ പിശാചനെ തന്നെ കീഴടക്കി. റോമ 16:20 നിങ്ങളുടെ രക്ഷകനും പരിശുദ്ധനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പാപങ്ങളിലേക്കും എല്ലാ പ്രതിബന്ധർക്കും ചെയ്യും. കൽദാരുടെ വിജയാസ വിലാപമായി തിന്നും. ഇസ്രായേൽ ഇഷ്ടവും ഞങ്ങളുടെ രാജാവ് പരിശുദ്ധനായ കർത്താവ് ഞാൻ. സമുദ്രത്തിൽ വഴിവിട്ടുന്നു, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവൻ, രഥം, കുതിര, സൈന്യം, പടയാളി എന്നിവ കൊണ്ടുവരുന്ന ഒരു കർത്താവ് എഴുന്നേൽക്കാൻ കിടന്നു. അവർ പടകുതിലെ പോലെ അണഞ്ഞു പോകും. കഴിഞ്ഞ കാര്യം ഓർക്കുകയോ പരിഗണിക്കുകയും വേണ്ട. ഇതൊരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കും. നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനപ്രദ പാതയും മരുഭൂമി നദികളുണ്ടാക്കും. വന്യമൃഗ പക്ഷികളെ എന്നെ ബഹുമാനിക്കും. എന്നെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ശ്രദ്ധിച്ച് തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹം നൽകാൻ മരുഭൂമിയിൽ ജലവും ജനപ്രദേശ നദികളും. പ്രവചന പുസ്തകം 43-ാം 14:21 തിരുവചനം വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, രക്ഷിക്കുന്നു. ഹല്ലേലൂയ. പാമ്പുകളുടെയും തേളുടെയും ശത്രുവിന്റെ സകല ശക്തിയിലും ലൂക്ക 10:19 വെച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ഉണ്ടെന്നതിന് പിശാച് റോമ 16:20 ലൂക്ക 9:1-2 വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ശിക്ഷയോടെ സുവിശേഷം പ്രസംഗിക്കും. ആരോഗ്യപ്പെടും. വിശ്വസിക്കാത്തവരുടെ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ അടയാളം അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കീഴടക്കും. മാരകമെന്ന് തുടിച്ചാലും ഉപദ്രവിക്കില്ല. അവർ രോഗിയുടെ മേൽ കൈവയ്ക്ക് സുഖം പറയും. മർക്കോസ് 16:14-19 വെച്ച് പൗരോഹിത്യത്തിന് അദ്ദേഹത്തിൽ സഭാപിതാക്കന്മാരുടെ കൂടെയും അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ പാലക്കാട് രൂപത പീറ്റർ പിതാവിന്റെയും ജേക്കബ് പിതാവിന്റെ പൗരോഹിത്യ കൂട്ടായ്മയും ജിജോ ചാലക്കലത്തിന്റെയും ഷിജോ മാബർ ജോൺ പുത്തകലത്തിന്റെ പൗരോഹിത്യ സ്ത്രീത്വത്തിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെയും പൈശാചിക പീഡകളെ, ആധിപത്യ ശക്തികളെ, തിന്മയുടെ ശക്തികളെ, ജഡത്തിന്റെ വ്യാപകങ്ങളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിത്യ നരകത്തിൽ നിബോധിക്കുന്നു. the